ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൻ്റെ സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ്, നമുക്കപ്പം ഇന്ന് എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ മറ്റേ നെതറായത് ആ സ്ഥലത്ത് നമ്മൾ ഗോൾഡ് പൊട്ടിച്ചെടുത്തായിരുന്നു, ഗോൾഡ് ബ്ലോക്ക്. നമ്മളപ്പോൾ അത് വെച്ചിട്ട് ഗോൾഡൻ ഹെൽമെറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നെതറിൽ പോകുമ്പോഴേ ഗോൾഡൻ ഹെൽമെറ്റ് ഇടുമ്പോൾ മറ്റേ പിഗൊന്നും വന്ന് നമ്മളെ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഗോൾഡൻ ഹെൽമെറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ ഗോൾഡൻ ബ്ലോക്ക് ആദ്യം ഗോൾഡാക്കി മാറ്റണം. അത് എവിടെയാണ് കിടക്കുന്നത്? ഗ്യാസ് എടുത്തിട്ടുണ്ട്. ഗ്യാസ് അടുത്ത നമുക്ക് എവിടെ പോയാ ഹെൽമെറ്റ്? ഗ്യാസ് ഇതാ കിടക്കുന്നു. ഗ്യാസ് ഹെൽമെറ്റ് ഗോൾഡൻ. പിക്കാറ്റ്സൊക്കെ കൊണ്ട് അത്ര ഗുണമില്ല ഗ്യാസ് ഗോൾഡ് കൊണ്ട്. ഈ ഗോൾഡൻ ഹെൽമെറ്റ് നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. ഏതായിരിക്കും? കുറച്ച് ഗോൾഡ് ഷൂവിന് മതി, എന്നാൽ നമുക്ക് ഹെൽമെറ്റ് ഉണ്ടാക്കാം. അതാകുമ്പോൾ രസമാണ്. ഹെൽമെറ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേസ് നമ്മുടെ ഹെൽമെറ്റ് ഗോൾഡ്. നമ്മളെ ഹെൽമെറ്റ് അവിടെ തലയിലുണ്ടോ? തലയിലായിട്ടുണ്ട് കേസ്. എന്തായാലും അത് നമുക്കെടുത്ത് മാറ്റി വെക്കാം. നെതറിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഹെൽമെറ്റ് എടുക്കാം കേസ്. പിന്നെ നമുക്കിപ്പം നെതറിലോട്ട് പോകാനുള്ള നമ്മളെ പാസേജ് നമ്മൾ റെഡി ആക്കിയിട്ടില്ല. നമുക്കിനി ഒരുപാട് മൈനിങ് ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിവിടെ നമുക്ക് ഗോൾഡൻ ഷൂ ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഒബ്സിഡിയൻ ബ്ലോക്ക് ആ ബ്ലോക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും ലാവ വേണ്ടി വരും കേസ്. ഗോൾഡ് വെച്ച് ക്രൈയിങ് ഒബ്സിഡിയൻ എന്ന് പറഞ്ഞ ബ്ലോക്ക് പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ല കിട്ടുമോ? അത് കൈ കിട്ടുമോ നോക്കാം കേസ്. അതും കൈ കിട്ടിയിട്ടില്ല കേസ്. എന്തായാലും നമുക്ക് തിരിച്ചു വെച്ചിട്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ നമുക്ക് ഇന്ന് പൊളിക്കണം. എന്തായാലും നമുക്കിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വല്ലതും ഉണ്ടോ? അല്ല, രണ്ട് കത്തി ഉണ്ടാക്കി വെച്ചേക്കാം. പിക്കാറ്റ്സ് ഉണ്ടാക്കി ഇനി ഇതില്ല, ഒന്ന് ഉണ്ടാക്കണം. പിക്കാറ്റ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വുഡൊക്കെ തിരിച്ചു വെക്കാം. വുഡൊക്കെ ഇവിടെ ഭയങ്കര ക്ഷാമമാണ്. നമ്മളൊരു ഐലാൻഡ് അല്ലേ ഗൈസ്, ഇതൊരു ഐലാൻഡാണ്. അടുത്ത വില്ലേജിലോട്ട് കണ്ടുപിടിക്കാൻ പാടാണ്. ഞാൻ കുറച്ചൊക്കെ നോക്കണമെന്ന് വിചാരിച്ചാണെന്ന്. ഇവിടെ മൊത്തം കടലാണ് ദൂരോട്ടൊക്കെ നോക്കുമ്പോൾ ചുറ്റും. ഗൈസ്, ചെറിയൊരു കര മാത്രമേ ഉള്ളൂ ഗൈസ്. ഗൈസ്, ഇവിടെ ഒരു കേവ് ഗൈസ്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, ഇവിടെ സ്കെൽറ്റൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ബോണ് കിട്ടി. നമുക്ക് ഈ ബോണൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്കുണ്ടല്ലോ മറ്റേ ഡോഗിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ട്രെയിൻ ചെയ്യാമായിരുന്നു ബോണ് കൊടുത്ത്. നമുക്കിന്ന് ഫുഡ് കുറച്ച് ഒപ്പിക്കണം, കോളൊക്കെ ഒപ്പിക്കണം ഗൈസ്. പിന്നെ നമുക്കിവിടെ ഒരു പശുക്കുട്ടിയെ കിട്ടിയാണ്, നമ്മൾ അതിനെ കൊന്നിട്ടുണ്ട്. അമ്മിണി പശുക്കുട്ടിയാണ് ഗൈസ് അത്. നമുക്ക് ബാക്കിയുള്ളതിനെ നോക്കാം. നമുക്കിവിടെ ഒരു ഊട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ ഒരു നോക്കണം. ഇപ്പോൾ ഇത്ര നേരം ഈ കേവിലല്ലായിരുന്നു, ഇപ്പോൾ അവിടെ സോംബി ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ സ്പോണായതാണെന്ന് തോന്നുന്നു കേസ്. ഈ കുഞ്ഞൻ മരിക്കാത്ത എന്ത് കേസ്? കുഞ്ഞനെ തീർത്തിട്ടുണ്ട്. അടുത്ത നമ്മളെ സോംബിയെയും കൂടി തീർത്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമ്മളെ പൂച്ചയും കൂടി കൊല്ലാം. നമുക്ക് ചെലന്തി വില കിട്ടുമെന്ന് നോക്കണം കേസ്. കിട്ടിയിട്ടുണ്ട് കേസ് ചെലന്തി വിലയും. നമുക്ക് ചെലന്തി വില വെച്ച് കുറേ പണികൾ അത്യാവശ്യമുണ്ട്. നമുക്ക് കുറച്ച് കോപ്പറാ ആ സാധനം അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. നമുക്കിപ്പോൾ ഉണ്ടാക്കാൻ അത്യാവശ്യത്തിനൊന്നും ഇല്ല. എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് ഇതങ്ങ് പൊളിച്ചെടുത്തേക്കാം. നമുക്ക് വല്ല അത്യാവശ്യമുള്ള, അല്ലെങ്കിൽ അത് പൊളിക്കണ്ട ഗൈസ്. നമുക്ക് പയ്യെ പൊളിക്കാം. സ്റ്റോൺ പൊട്ടിച്ചെന്തായാലും അകത്തോട്ട് കയറി നോക്കാം. പൊട്ടട്ടെ ഗൈസ്. നൈറ്റ് ആവുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഈ വില്ലേജ് അങ്ങ് പൊളിയാക്കണം ഗൈസ്. അപ്പം നിങ്ങൾ ലൈക്കും കൂടി ചെയ്യണം ഗൈസ്. എന്നാലും നമുക്കിതൊക്കെ അടിപൊളിയാക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താലല്ലേ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകത്തുള്ളൂ ഗൈസ്. എന്തായാലും നമുക്ക് ഫുഡൊക്കെ അത്യാവശ്യത്തിന് ഒപ്പിച്ചിട്ട് എന്തായാലും പോവാം. നമ്മളെ ചെമ്മരിയാടിനെയൊക്കെ നമുക്ക് തീർക്കണം ഇവിടെയുള്ള.
നമ്മൾ അടുത്ത ചെമ്മരിയാട് കുട്ടനും ദാ ഇവിടെ നിൽക്കുന്നു. ഇവിടെ സ്പൈഡറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. സ്പോണാവാൻ തുടങ്ങിയിട്ടുണ്ടെല്ലാം. ഗൈസ് ഇതെന്ത് ഗൈസ്, ഈ കുട്ടിക്കുരിപ്പ് എന്തിന് ഇവിടെ എൻ്റെ സ്ഥലത്ത് കയറി കിടക്കുന്നു? സോംബി വരുന്ന സമയത്ത് തന്നെ കുട്ടിക്കുരിപ്പ് അവിടെ കയറി കിടക്കും. നമുക്ക് കിടക്കാനും പറ്റത്തില്ല. നമുക്കെല്ലാം ഇതിൻ്റെ അകത്ത് ഒതുക്കി വെക്കണം, സ്ഥലം കുറവാണ്. നമുക്കിനിയൊരു പെട്ടിയും കൂടി വേണ്ടി വരും. എല്ലാം നമുക്കിപ്പോൾ തൽക്കാലം ഈ പെട്ടി അകത്തോട്ടേക്ക് ഒന്ന് കയറ്റി വിട്ടേക്കാം. ഇതിപ്പോൾ എന്താണ്? ഓക്കെ, ഗേസ് കുട്ടിക്കുരിപ്പിനെ ഒന്നും ചെയ്യില്ലും കേസ്. നിങ്ങൾ സോംബികൾ വന്ന് കേസ് കുട്ടിക്കുരിപ്പിനെ വല്ല ചെയ്യും മിക്കവാറും. കുട്ടിക്കുരിപ്പിനെ നമുക്ക് രക്ഷിക്കണം സോംബിയുടെ കയ്യിൽ നിന്ന്. നമ്മൾ കൈ വെച്ചിട്ട് സോംബിയായിട്ട് അടികൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഗേസ്. കൈയൊക്കെ വെച്ച് നമ്മൾ സോംബിയായിട്ട് അടികൂടി കുട്ടിക്കുരിപ്പിനെ രക്ഷിച്ചിരിക്കുന്നു ഗേസ്. കുട്ടിക്കുരിപ്പുണ്ട് ഗേസ് അകത്ത്. ഗേസ് അകത്ത് കുട്ടിക്കുരിപ്പ് ഇരിപ്പുണ്ട് ഗേസ്. കുട്ടിക്കുരിപ്പിനൊന്നും പറ്റില്ല, അതുകൊണ്ട് നമ്മൾ വേണ്ട സോംബീസിനെ കൈ വെച്ച് അടിച്ച് കൊല്ലുന്നു. ഇതെന്താ കേസ്? കേസ് ഇന്ന് നമ്മളെ കുട്ടിക്കുരിപ്പ് സുഖമായിട്ട് കേസ് ഇടയിൽ കയറി കിടന്ന് ഉറങ്ങുകയാണ്. കുട്ടിക്കുരിപ്പിനെ നമ്മൾ വെളിയിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് സോംബിയൊക്കെ കൊന്നിട്ട്. നമുക്ക് കുറച്ചും കൂടി ഫുഡ് ഇന്ന് ഉണ്ടാകണം. നമുക്ക് ഇന്ന് കുറച്ച് പണിയൊക്കെ ചെയ്തിട്ട് കുറേ സാധനങ്ങൾ കേസ്. ഇവനെ കൊന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബോട്ടിൽ കിട്ടും, ചിലപ്പോൾ മറ്റേ ഹെൽത്തിൻ്റെ ലിക്വിഡ്, അല്ലെങ്കിൽ ഇതായിരിക്കും കിട്ടുന്ന. നല്ല കേസ് നമ്മളെ കുട്ടിക്കുരിപ്പിനെ സോംബി ഇട്ട് ഓട്ടിക്കുന്നു. നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് ഗേസ് കുട്ടിക്കുരിപ്പിനെ. ഗേസ് നമുക്ക് പോയിസൺ കയറിയിട്ടുണ്ട് ഗേസ്. എന്ത് ചെയ്യാൻ? നമ്മളെന്തായാലും ഈ സാധനം അതിൻ്റെ ഒപ്പം എടുത്ത് വെക്കുന്നുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. അതെന്തുവാ ഗേസ്? ചവിട്ടിയോ അതിലറിയാതെ? ഗേസ് നമ്മൾ ഡെഡായത് ഫ്ലോർ ലാവയായിരുന്നു എന്ന് ഗേസ് പറയുന്നത്. നമുക്ക് എന്തായാലും കുറച്ച് മഡൊക്കെ അത്യാവശ്യം വരും, അതുകൊണ്ട് നമ്മൾ അതൊക്കെ കുത്തിപ്പൊളിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതും കൂടി എടുത്ത് എല്ലാം കൂടി എടുത്ത് നമുക്ക് വല്ലതൊക്കെ ഉണ്ടാക്കണം. എന്താ ഉണ്ടാക്കും? മണ്ണ് കൊണ്ടി പിന്നെ നമുക്ക് കുറച്ച് മൈനിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ ഗൈസ്? നമുക്ക് എന്തായാലും മൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് ഈ വരി മൊത്തം ഷേപ്പ് ആക്കണം. ഇത് നല്ലൊരു ഗുണമുള്ളൊരു സാധനമാണ്. ഈ മണ്ണ് പെട്ടെന്ന് പൊളിച്ചു മാറ്റി നമുക്ക് ഷേപ്പ് ആക്കാനൊക്കെ പറ്റും നല്ല ഏരിയകളൊക്കെ. പിന്നെ നമുക്ക് ഇവിടെ മൈനിങ്ങും കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഗൈസ്. നമുക്ക് ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ മൈനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു ഓട്ടയും കൂടി ഉണ്ടാക്കണം. ഓട്ട ഉണ്ടാക്കട്ടെ. ഇനി ഒരു പണിയാണ് ഗൈസ്. ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതെന്തെന്ന് ഗൈസ്. നമ്മളെ ഇത് ഇനി ഗുണമില്ല. ഇനി നമുക്ക് മറ്റേ പിക്കാറ്റ്സ് വേണം. നമ്മളെ വുഡ് പിക്കാറ്റ്സ് എടുത്ത് സ്റ്റോൺ മൊത്തം മൈൻ ചെയ്ത് വെച്ചാൽ സ്റ്റോൺ വെച്ച് നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോൺ കിട്ടും. അപ്പോൾ സ്റ്റോണൊക്കെ വെച്ച് നമ്മൾ ഹൗസൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഒരേ ഒരു പേടി, ഇത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഈ നമ്മളെ എന്താണ് ക്രീപ്പർ വന്ന് നശിപ്പിക്കുമെന്ന് ഡൗട്ടാണ്. നമുക്ക് ഈ മതിലൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട വരും. എന്തായാലും നമുക്കിത് സെറ്റാക്കി എടുക്കാം ഗൈസ്. ഇവിടെ ഇടണം. നമ്മളിവിടെ അല്ലേ, നമ്മളെ കുഴിച്ച സ്ഥലം ഇവിടെ ഗൈസ്. ഇവിടെയാണ് ഗൈസ്. നമുക്കപ്പോൾ ഇന്നോട്ടേക്ക് കുഴിക്കാൻ തുടങ്ങാം. പിക്കാസ് വെച്ച് കുഴിക്കും. നമ്മളെ മണ്ണ് മാന്തുന്നത് വെച്ച് വേണ്ടുന്ന ഇതാക്കും. 2 എണ്ണം ഇത്. ഇനി പിന്നെ ഇത് നമുക്ക് അത്യാവശ്യം വരുന്നത് വുഡ് വെച്ച് ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ സ്റ്റോൺ ആയിരിക്കത്തില്ലേ കയ്യിൽ. സ്റ്റോണാണ് നമുക്ക് നല്ലത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാവത്തില്ല, പാടായിരിക്കത്തില്ല. പിന്നെ വുഡ് ഒന്നാമത് ഇവിടെ കിട്ടാൻ പാടായതുകൊണ്ട് ഞാൻ മരമൊക്കെ നട്ടുപിടിപ്പിക്കണം ഇനിയിപ്പം. അതുകൊണ്ട് ഇരുട്ടാവുന്നുണ്ട് ഗൈസ്. നമുക്ക് മറ്റേ കോൾ ഒപ്പിച്ചിട്ട് വേണം മറ്റേ ടോർച്ച് ലൈറ്റ് ഉണ്ടാക്കാൻ. ടോർച്ച് എന്ന് പറഞ്ഞാൽ മറ്റേ ഗൈസ് എന്തോ എനിക്ക് കിട്ടി. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ വുഡ് വെച്ച് മൈൻ ചെയ്യാൻ കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു
അയൺ വേണമെന്ന് തോന്നുന്നു. നമ്മൾ ചുമ്മാ കളയാൻ നമ്മൾ മറ്റേ ചെയ്ത് നോക്കിയതുപോലെ. ഇപ്പം മൊത്തം ഇരുട്ടായിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്കൊന്ന് വെളിയിലിറങ്ങി കുറച്ചും കൂടി ഒന്ന് മൈൻഡ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പിന്നെ മറ്റേ മറ്റേ കോള് കണ്ടുപിടിച്ച് ടോർച്ച് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് മറ്റേ അയൺ എടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചു വന്ന് നമുക്ക് മറ്റേ സാധനം കൂടി ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു മറ്റേ നീല കളർ ആക്കാനും പറ്റും സാധനങ്ങൾ. പിന്നെ അത് വെച്ച് നമുക്ക് മറ്റേ ബുക്ക് എടുത്ത സാധനം ഉണ്ടല്ലോ, അത് വെച്ച് അപ്ഗ്രേഡും ചെയ്യാൻ പറ്റും ടൂൾസൊക്കെ. അപ്പോൾ അത് നല്ല ഗുണമുള്ള സാധനമാണ്. എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ നല്ല ഇരുട്ടായതുകൊണ്ട് ഗൈസ് ഒരെണ്ണം പൊളിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നല്ല കിട്ടുമെന്ന് തോന്നുന്നു ഈ സാധനം. ഇതാ പൊളിച്ചെടുക്കാം. നമുക്ക് ഇച്ചിരി അയണും കൂടി ഒപ്പിച്ചിട്ട് പിക്കാറ്റ്സ് ഉണ്ടാക്കണം ഗൈസ്. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം ഫിനിഷ് ചെയ്യണം. നമുക്ക് തിരിച്ചങ്ങനെ പോകണം. എന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോയി നമ്മൾ എടുത്ത് വെക്കണം. പിന്നെ നമ്മൾ ഇതിൽ എൻഡ് പോർട്ടൽ പോയി നമ്മൾ ഈ ഗെയിം ഫിനിഷ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ സീരീസിനെ ഇടണോ ഇടണ്ടേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യണം. എൻഡ് പോർട്ടലൊക്കെ ഞാൻ തുടങ്ങണം അതൊക്കെ വിചാരിക്കുന്നു. പിന്നെ കുറച്ച് മരമുണ്ട് എൻ്റെ കയ്യിൽ, അതൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചേക്കാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മരങ്ങൾക്ക് എന്നോട്ട് ഓടണ്ട ഇറങ്ങി. നമുക്കിനി അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി മൈനിങ്ങും കൂടി ചെയ്യാം. അവിടെയും കുറച്ച് മൈനിങ് സെറ്റിംഗ് ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ 2 സ്ഥലത്ത് നമുക്ക് ചെയ്ത് വെക്കണം. നമ്മൾ പിന്നെ ഇത് ഇടുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നത് ഇടണമെന്നാണ്. എന്തായാലും നമുക്കിപ്പോൾ പോവാം. എന്താ ഗൈസ് അപ്പുറത്തെ ഓട്ടയിലോട്ട് തന്നെ വന്നു പൊളിച്ച് കോളൊപ്പിക്കണമല്ലോ. കോളൊപ്പിക്കാൻ ഇച്ചിരി പാടാണ്. എന്തായാലും നമുക്ക് ഇപ്പം എന്തായാലും ഇങ്ങോട്ട് വന്നോണ്ട് ഇവിടെ ചെറുതായിട്ട് കുഴി കുഴിച്ച് മൈനിങ് ചെയ്യുന്നവരെ പോവാം. ഇവിടെ വേണ്ട എന്താ കേസ് മണ്ണ് വന്ന ഇതെന്ത് കേസ് ഇവിടെ മണ്ണിത്ര. നമ്മൾ അപ്പുറത്തോട്ട് വല്ല തുളച്ചിറങ്ങുമോ വേണ്ടും. ഇത് വീണ്ടും ഇരുട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഗ്യാസ്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ കോൾ ഒപ്പിക്കണം ചെന്ന്, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റാതെ ആയിരിക്കും നമ്മൾ ഇത് മൈനിങ് ഒക്കെ ചെയ്യുന്നത്. അത് ഭയങ്കര പാടാണ്. നമുക്ക് അതുകൊണ്ട് തിരിച്ചു പോകണം. ഈ ഏരിയയിൽ പിന്നെ അത്ര ഇതൊന്നും ഇല്ല ഗൈസ്. നമ്മൾ നേരത്തെ മൈനിങ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് നല്ല ലൂട്ടൊക്കെ കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ വന്നപ്പോൾ ഇച്ചിരി കോള് കിട്ടിയിട്ടുണ്ട്. ഇച്ചിരിയല്ല ഗൈസ്, ഇച്ചിരി അകത്തുണ്ടെന്ന് തോന്നുന്നു. നമുക്കിതെന്തായാലും വെച്ചിട്ട് അകത്തോട്ടേക്ക് അങ്ങ് പൊളിക്കാം. പക്ഷെ നമ്മളെ പിക്കാച്ചിൻ്റെ ലൈഫും തീരാറായിട്ടുണ്ട് ഗൈസ്. പിന്നെ എന്ത് ചെയ്യാൻ, ഇതും കൂടി എന്തായാലും നമുക്ക് മൈനിങ് ചെയ്തിട്ട് വീഡിയോ അങ്ങ് നിർത്താം ഗൈസ്. ലെന്തി ആയി പോകും ഗൈസ് വീഡിയോ. പിക്കാറ്റ്സ് പൊട്ടി ഗൈസ്. എന്തായാലും ഇപ്പം 5 കോൾ ഇരിക്കട്ടെ, ബാക്കി നമുക്ക് അത്യാവശ്യമുള്ളപ്പോൾ വന്ന് എടുക്കാം. ഇപ്പം ഗൈസ് നമുക്ക് ഈ ഡോങ്കിയുടെ പുറത്ത് കയറി നോക്കിയാലോ. ഒരു പ്രാവശ്യം ചാൻസ് തരും. പക്ഷെ ഡോങ്കി ആണെങ്കിൽ ഗൈസ് അവിടെ വെള്ള കുതിരയും ഉണ്ട്. നമുക്കിനി അടുത്ത നോക്കട്ടെ. നമുക്കിപ്പം വുഡൊക്കെ കുറവാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ മരം കിളിച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. വുഡ് വെച്ച് നമുക്ക് ഓരോന്നും ഉണ്ടാക്കാമായിരുന്നു. നമുക്കിപ്പോൾ ടോർച്ച് വേണം. നമുക്ക് അയനൊക്കെ ഇവിടെ എടുത്ത് വെക്കണം. പിന്നെ ഗ്യാസ് എല്ലായിടത്തും ഒതുക്കിയൊക്കെ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുന്നതായിരിക്കും. പെട്ടെന്നാട്ട് കേസ് ഇതെന്ത് കേസ്. നമുക്ക് ഇതും കൂടി എടുത്ത് ഇതിലോട്ടെടുത്ത് വെക്കാം. പിന്നെ നമുക്ക് എന്താ ചെയ്യാം, ഇത്രയും മതിയല്ലോ. എന്തായാലും നമുക്ക് ഒന്നും കൂടി എല്ലായിടത്തും ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. ഇതൊക്കെ നമ്മളായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല മൈനിങ് ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആകും. പിന്നെ കൃഷിയൊക്കെ ചെയ്യണം. ഇവിടെ ഒരുപാട് പ്ലാൻ ഉണ്ട് ഗേസ്.
എന്തായാലും നമുക്ക് ഇവിടെ എല്ലാം സെറ്റാക്കാൻ എനിക്ക് എന്തോ സെറ്റാക്കാനുള്ള പോലെ തോന്നിക്കുന്നുണ്ട്. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണം. 2 സ്റ്റോൺ പിക്കാക്സ് ഇരിക്കട്ടെ. അപ്പോൾ ഗേസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗേസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗേസ്. ബൈ ബൈ.